പൊന്നാനിയിൽ LDF സർക്കാർ കൊണ്ടുവന്ന PPP മോഡൽ ഷിപ്പ്യാർഡ് പദ്ധതിയെ KP നൌഷാദ് അലി MLA തടസ്സപ്പെടുത്തുന്നതായി CPIM. 30 വർഷത്തേക്ക് ഷിപ്പ്യാർഡ് നിർമ്മാണം നടത്തിയതിൽ നിന്ന് പ്രതിവർഷം 1.5 കോടി രൂപ സർക്കാരിന് ലഭ്യമാകുന്ന തരത്തിലാണ് ഈ പദ്ധതിയുടെ കരാർ. LDF സർക്കാർ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച് മാരിടൈം ബോർഡും കമ്പനിയും തമ്മിൽ ഒപ്പിട്ട കരാറും അതിനുശേഷം സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവുമുണ്ട്. എന്നാൽ ഇതൊരു സ്വകാര്യ സംരംഭമാണെന്നും സംസ്ഥാന സർക്കാർ അറിയില്ല എന്നുമുള്ള വിചിത്രവാദം KP നൌഷാദ് അലി MLA ഉന്നയിക്കുകയാണെന്നാണ് CPIM-ന്റെ ആരോപണം. അദ്ദേഹം ആ പദ്ധതി തന്നെ വരില്ല, മാരിടൈം ബോർഡ് തന്നെ ഇല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇത് അവിടെ വരാൻ വേണ്ടി പോകുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 100 പേർക്കും പിന്നീട് 2500ഓളം വരുന്ന പേർക്കും തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായിട്ട് വരുന്നതാണ്. പരോക്ഷമായിട്ട് ഏതാണ്ട് 4000-ലധികം വരുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ വരുന്ന ഒരു പദ്ധതിയാണ് ഇത്. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കകത്ത് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ബോധപൂർവം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് നൌഷാദ് അലി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം സ്വകാര്യ വെസൽ നിർമ്മാതാക്കൾക്ക് വലിയ അളവിൽ ഭൂമി നൽകുക എന്നത് ദുരൂഹമാണെന്ന് KP നൌഷാദ് അലി പറഞ്ഞു. വെസൽ നിർമ്മാണത്തിന് ഇത്രയും അധികം ഭൂമി ഇന്ത്യയിൽ എവിടെയും വിട്ടു നൽകിയിട്ടില്ല. CPIM ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയമുണ്ടെന്നും നൌഷാദ് അലി പ്രതികരിച്ചു. വെസൽ നിർമ്മാണത്തിന് അവർ പൊന്നാനിയിൽ വരുന്നതിനോട് വിയോജിപ്പില്ല. പക്ഷേ അത് പൊന്നാനിയുടെ ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ട കണ്ണായ ഭൂമി 29.3 ഏക്കർ ഭൂമിയാണ് അവർക്ക് തീറെഴുതി നൽകാൻ വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്. അതുപോലെ തന്നെ പൊന്നാനിയുടെ അഴിമുഖം, കടല്, കായൽ, അതിൻ്റെയൊക്കെ സംഗമ കേന്ദ്രങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഈ 29.3 ഏക്കർ ഭൂമി. അത് ഇങ്ങനെ ഒരു സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കുന്ന പക്ഷം പിന്നെ അവിടെ പോർട്ടിൻ്റെ ഒരു വികസനവും അവിടെ നടക്കില്ല. മുബഷിർ ബി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ്. മുബഷിർ, അപ്പോൾ CPIM-ന്റെ നേതൃത്വവും ഒപ്പം കോൺഗ്രസ് MLA നൌഷാദ് അലിയും പറയുന്ന വാക്കുകൾ കേട്ടു. ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇരുകൂട്ടരും ഇടപെടലുകളിൽ സംശയം ഉന്നയിക്കുന്നുമുണ്ട്. ശരിക്കും എന്താണ് ഈ ഒരു പദ്ധതി? ഇതിൽ ഏത് ഭാഗത്താണ് ശരി? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയൊക്കെ തന്നെ പോലെ മലബാറിൽ തന്നെ അതിപ്പോൾ കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതിയാണിതെന്നുള്ളതാണ് LDF-ന്റെ അവകാശവാദം. LDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഷിപ്പ്യാർഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെ സംഭവിച്ചിട്ടുമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്ന വേളയിലാണിപ്പോൾ ഭരണകക്ഷിയിൽ തന്നെപ്പെട്ട കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള KP നൌഷാദ് അലി ഇതിന് തുരങ്കം വെക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന് ഒരു വർഷം ഏകദേശം 2 കോടി രൂപയിലധികം വരുമാനം ലഭിക്കുന്ന പദ്ധതിയായിരുന്നു. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ നിരവധി നിക്ഷേപകർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുമായിരുന്നു. പക്ഷേ ഇതിന്റെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ KP നൌഷാദ് അലി ഉന്നയിക്കുന്നത്. ഇത് സ്വകാര്യ ഭൂമിയാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നത് എന്നുള്ളതാണ് CPIM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. 2000-ലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിന് തുരങ്കം വെക്കുന്നതോടെ അതൊക്കെ തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് CPIM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ നൌഷാദ് അലി പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത്. ഇത് കപ്പൽ നിർമ്മാണശാല എന്ന വാചകം തന്നെ പരിഹാസ്യമാണ്. വെസൽ നിർമ്മാണശാലയാണ്. അവർ പൊന്നാനിയിൽ വരുന്നതിന് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. അതേസമയം കണ്ണായ ഭൂമി അവർക്ക് തീരെഴുതി നൽകാൻ LDF സർക്കാർ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ കച്ചവട താല്പര്യം CPIM നേതാക്കൾക്ക് ഉൾപ്പെടെ ഉള്ളത് കൊണ്ടാകാം അവർ ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം നടന്ന വേളയിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ നിരവധി ദുരൂഹതകളുണ്ട്. ഇത് നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ ഇടപെടൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. തീരദേശ മേഖലയിൽ വികസനം വരുന്നതിനോട് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. ഇത് സ്വകാര്യ ഭൂമിക്ക് കൈമാറാനുള്ള നീക്കമാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് KP നൌഷാദ് അലി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ CPIM അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം KP നൌഷാദ് അലി അവരുടേതായ വിശദീകരണം പറയുകയും ചെയ്യുന്നു. LDF സർക്കാരിന്റെ കാലത്ത് നന്ദകുമാർ MLA ആയിരുന്ന സമയത്ത് വലിയ പദ്ധതിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു ക്യാമ്പയിനൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ MLA-യുടെ ഇടപെടലോടുകൂടി ഉണ്ടായത് എന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഇക്കാര്യത്തിൽ ഭൂമി ഇടപാടിൽ ഉൾപ്പെടെ വലിയ ദുരൂഹതയുണ്ടെന്ന വാദത്തിൽ നൌഷാദ് അലി ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല. എന്തായാലും നികുതി പണം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് തടയുന്നതിൽ ജനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും
ഇക്കാര്യത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് പദ്ധതി കൊണ്ടുവരാൻ പാകത്തുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് പൊന്നാനിയിലെ നാട്ടുകാരുടെ ആവശ്യം. ഷിഹാസ്. ശരി മുബിഷർ.